സ്കൂളുകൾ റാഗിങ്ങുകൾ കൊണ്ട് പ്രയാസപ്പെടാണ്. കണ്ടില്ലേ എത്ര മരണമാണ് റാഗിങ്ങുകൾ. ഈ അടുത്ത് 20ാം നിലയിൽ നിന്ന് ഒരു കുട്ടി ചാടി മരിക്കാൻ. എന്തിന്? റാഗ് ചെയ്തു. സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു. ഇന്നൊരു വാർത്ത കണ്ടു, കോമ്പസ് കൊണ്ട് ലൈംഗിക അവയവങ്ങളിൽ വരെ കുത്തിവലിച്ചു. ടെമ്പിൾസ് കൊണ്ട്, ജിമ്മിന് ഉപയോഗിക്കുന്ന, വർക്കൗട്ടിന് ഉപയോഗിക്കുന്ന ടെമ്പിൾസ് കൊണ്ട് ആന്തരിക അവയവങ്ങളിൽ വരെ ഇടിച്ച് പരിക്കുണ്ടാക്കി. ഇതൊക്കെയാണ് ഈ ലിബറലിസം സമൂഹത്തിന് സമർപ്പിച്ചത്. യുക്തിവാദം ലോകത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷനാണിത്. ഒരു 10 വർഷം മുമ്പൊന്നും ഇത് ഉണ്ടായിട്ടില്ല. പരിശുദ്ധ ദീൻ ഇസ്ലാം പ്രാക്ടിക്കൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമ്പോ, മതം ഉൾക്കൊള്ളുന്ന ജനങ്ങൾ ഉണ്ടാകുമ്പോ ഈ തോന്നിവാസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ യുക്തിവാദവും ലിബറലിസവും നിരീശ്വരവാദികളും നവനാസ്തികരൊക്കെ ഇവിടെ വ്യാപകമായപ്പോഴുണ്ടായ വലിയ അപകടമാണ് റാഗിങ്ങുകൾ. അപ്പൊ നമ്മുടെ മക്കളുടെ ജീവൻ നമ്മൾക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്കൂൾ ഏതാവണം? നിന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങളായാലും റെസിഡൻഷ്യൽ ആണെങ്കിലും ഡേ സ്കൂളുകളാണെങ്കിലും ഒരു കുട്ടി നമ്മൾക്ക് ധൈര്യമായി സ്കൂളിൽ പോയി തിരിച്ചു വരാൻ കഴിയുന്ന രൂപത്തിലുള്ള സ്കൂളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. എന്താണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ സെന്റ് ഓഫുകളിൽ നടക്കാറുള്ളത്? ഇതൊന്നും പറയണ്ടല്ലോ, ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. നമ്മളൊക്കെ നാട്ടുകാരാണ്, നമ്മളൊക്കെ ഇത് കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഒരു സെന്റ് ഓഫ് വന്നാൽ കളറുകൾ കൊണ്ട് മക്കളെ റോഡിന്റെ സൈഡുകളിലും ഇരുവശങ്ങളിലും ശണ്ട കൂടുന്നവർ വേറെ, ഇടകലർന്ന് തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ വേറെ, പിന്നെ പടക്കങ്ങളും മറ്റു ചില പൗഡറുകളും ചില കളറുകൾ ഉപയോഗിച്ച് കാണിക്കുന്ന പേക്കൂത്തുകൾ വേറെ. നിയന്ത്രിക്കാൻ ആരുമില്ല. ആരെങ്കിലും ചോദിച്ചാല് സ്വന്തം രക്ഷിതാവ് ചോദിച്ചാണ്, എന്റെ മോള് ചെയ്താ നിനക്കെന്താ പ്രശ്നം? മക്കളെ പേടിക്കുന്ന പേരൻസ് ഉണ്ടാവുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ചെർക്കളയിൽ നിന്ന് എന്നോട് പറഞ്ഞതാണ്. ഞങ്ങളൊന്നും മിണ്ടാറില്ല. ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാല് ആ കുട്ടിയുടെ ഉപ്പ വന്ന് ചോദിക്കും, നിങ്ങൾക്ക് എന്താ കുഴപ്പം? എന്റെ മോളല്ലേ. പിന്നെ ആരാ ചോദിക്കുക? പിന്നെ കുട്ടികൾക്ക് തിരിച്ചൊരു ചോദ്യം, നിങ്ങളൊക്കെ തന്ത വൈബാണ്. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപദേശിക്കാൻ പോയാല് നിങ്ങൾ തന്ത വൈബാണ്. പിന്നെ ആരെങ്കിലും തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ ഉപദേശിക്കാൻ പോകുമോ? കുട്ടികൾ പറയാൻ തുടങ്ങി. ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും തോന്നിവാസം കാണുമ്പോ ചോദിക്കാൻ പോയാല് നിങ്ങൾക്ക് തന്ത വൈബാണ്. 2023 ഈ കേരളക്കര മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ച പദമാണ് തന്ത വൈബ്. ഏറ്റവും കൂടുതൽ 2023 ഉപയോഗിച്ച പദമാണ് തന്ത വൈബ് എന്നുള്ളത്. ഇങ്ങനെയാണ് ആരെയും നന്മ കൊണ്ട് ഉപദേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറി.